BCA ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഡ്മിഷൻ എടുത്തവരോ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരോ ആണോ നിങ്ങൾ? എന്നാൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കണം. ഒരു BCA AI സ്റ്റുഡൻറ്റ് അറിഞ്ഞിരിക്കേണ്ട കരിയർ, കോളേജ്, സ്കിൽസ് എല്ലാം തന്നെ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇത് തീർച്ചയായും നിങ്ങളെ സഹായിക്കുമെന്ന വിശ്വാസത്തോടെ എഡ്യൂക്ലയൻറ്റിൻ്റെ മറ്റൊരു കോഴ്സ് ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. BCA എന്നാൽ ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എന്നാണ്. ഇതിൻ്റെ AI സ്പെഷ്യലൈസേഷനിൽ പ്രധാനമായും പഠിക്കാൻ പോകുന്നത് മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്, ഡാറ്റാ സയൻസ് പോലുള്ള നൂതന സാങ്കേതിക വിദ്യകളാണ്. സാധാരണ BCAയിൽ നിന്ന് വ്യത്യസ്തമായി നൂതന ടെക്നോളജി ഉപയോഗിച്ച് ജോലി ചെയ്യാനുള്ള കഴിവ് ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. AI ക്യാമറ മുതൽ റോബോട്ടുകൾ വരെയുള്ള ഈ കാലത്ത് ഭാവി സുരക്ഷിതമാക്കാൻ ഉതകുന്ന ഒരു മികച്ച കോഴ്സാണ് BCA ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. BCA AI കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാറ്റ അനലിസ്റ്റ്, മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ, AI ഡെവലപ്പർ പോലുള്ള ജോലികൾ ചെയ്യാം. ഇന്ത്യയിൽ തുടക്കക്കാർക്ക് തന്നെ ശരാശരി 4 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെയായിരിക്കും സാലറി. മാത്രമല്ല, ഉയർന്ന പഠനം ആഗ്രഹിക്കുന്നവർക്ക് MCA, MSc അല്ലെങ്കിൽ MBA പോലുള്ള കോഴ്സുകൾ പഠിക്കാനും കഴിയും. ഈ കോഴ്സിൽ പ്രധാനമായും നിങ്ങൾ പഠിക്കുന്ന വിഷയങ്ങൾ പൈത്തൺ, ഡാറ്റ സ്ട്രക്ചേഴ്സ്, മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ് തുടങ്ങിയവയായിരിക്കും. ജൂപ്പിറ്റർ, ടെൻസർഫ്ലോ, GitHub പോലുള്ള ടൂൾസ് ഉപയോഗിച്ച് ആയിരിക്കും നിങ്ങളുടെ പഠനം. പ്രായോഗിക പരിചയം ലഭിക്കുന്നതിന് വേണ്ടി പ്രോജക്റ്റുകളും മറ്റ് കമ്പനി ഇൻറ്റേൺഷിപ്പുകളും ഈ കോഴ്സിനകത്ത് നിർബന്ധമായിരിക്കും. ഈ കോഴ്സ് അഡ്മിഷൻ എടുക്കാൻ വേണ്ട യോഗ്യത: ചില യൂണിവേഴ്സിറ്റികൾ +2 മാത്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്ക് മാത്രമാണ് അഡ്മിഷൻ അവസരം നൽകുന്നത്. എന്നാൽ മറ്റു ചില യൂണിവേഴ്സിറ്റികൾ ഏത് സ്ട്രീം പഠിച്ച വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ എടുക്കാനുള്ള അവസരം നൽകുന്നു. ചില റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റീസ് അഡ്മിഷന് വേണ്ടി എൻട്രൻസ് എക്സാമുകൾ നടത്താറുണ്ട്. അതിനാൽ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന കോളേജ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഏതാണോ അതിൻ്റെ വെബ്സൈറ്റിനകത്ത് പോയി ഇൻഫർമേഷൻ എടുക്കാവുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെയായിട്ട് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ നമ്മളതിൻ്റെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നതാണ്. ഇനി BCA AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കോളേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മികച്ച AI ലാബുകൾ, അതുപോലെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസ്, അതുപോലെ തന്നെ മികച്ച പ്ലേസ്മെൻറ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകൾ സെലക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇന്ത്യയിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള കുറച്ച് യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ കോളേജുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ, അതുപോലെ അമിറ്റി യൂണിവേഴ്സിറ്റി, സിംബയോസിസ്, SRM, UPES തുടങ്ങിയ കോളേജുകൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ ഇത്തരത്തിലുള്ള കോഴ്സുകൾ പഠിക്കാൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് മികച്ച കോളേജുകൾ തിരഞ്ഞെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന വാട്സപ്പ് ലിങ്കിലോട്ട് നിങ്ങൾക്ക് മെസ്സേജായിട്ട് ചോദിക്കാവുന്നതാണ്. നമ്മൾ കോളേജിൻ്റെ ഇൻഫർമേഷൻസ്, അവിടുത്തെ ഫീസ് സ്ട്രക്ചർ, അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. നിങ്ങൾ BCA അഡ്മിഷൻ എടുത്തു കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ്, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു ഗ്യാപ്പ് വരും. ആ സമയത്ത് നിങ്ങൾ പൈത്തൺ പോലുള്ള ബേസിക് കോഡിംഗ് നോളജ് ഉണ്ടാക്കിയെടുക്കുന്നത് നന്നായിരിക്കും. ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ AI റിലേറ്റഡ് ഷോർട്ട് ടേം കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മാത്രമല്ല, മാത്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഒരു ലീനിയർ ആൾജിബ്ര പോലുള്ള കുറച്ച് അറിവുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് നന്നായിരിക്കും. മാത്രമല്ല, കമ്പ്യൂട്ടർ ഉപയോഗിക്കാനുള്ള ബേസിക് ഒരു അറിവ് ഉണ്ടാക്കിയെടുക്കുന്നത് നന്നാണ്. ചില ആളുകൾക്ക് ബേസിക് ആയിട്ടുള്ള നോളജ് ഒന്നും ഉണ്ടാവില്ല, അത് ഉണ്ടാക്കിയെടുക്കുന്നതും നന്നായിരിക്കും. ഇനി നിങ്ങൾ ഈ കോഴ്സ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് പുറത്തുനിന്ന് ആളുകൾ BCA AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പുതിയ കോഴ്സാണ്, നല്ല സ്കോപ്പുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നറിഞ്ഞിട്ട് നിങ്ങൾ ഈ കോഴ്സിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബേസിക്കായിട്ടൊരു കമ്പ്യൂട്ടർ നോളജ്, ഒരു കോഡിങ്ങിനെ കുറിച്ചിട്ടൊക്കെ ഒരു ബേസിക് ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. മാത്രമല്ല, എന്താണ് AI അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി എന്നതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാതെ ഈ കോഴ്സ് നിങ്ങൾ ചൂസ് ചെയ്താൽ ഒരു പക്ഷേ നിങ്ങളുടെ കരിയറിനെ അത് മോശമായി ബാധിക്കും. സ്വയം താല്പര്യത്തോടു കൂടിയല്ലാതെ മറ്റുള്ളവരുടെ നിർദ്ദേശത്തിലും നിർബന്ധത്തിലും വഴങ്ങി ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ കോഴ്സ് തിരഞ്ഞെടുക്കരുത്. അങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ കരിയറിനെ മോശമായിട്ട് ബാധിക്കും. അല്ലെങ്കിൽ കോഡിങ്ങിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളുകൾ, അത് പ്രോഗ്രാമിംഗ് റിലേറ്റഡ്, കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളൊന്നും എന്ത് ചെയ്യരുത്, ഈ കോഴ്സ് ഒരിക്കലും ചൂസ് ചെയ്യരുത്. ഇനി ഈ കോഴ്സ് അല്ലെങ്കിൽ BCA ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സെലക്ട് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കേണ്ട സ്കിൽസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ കോഡിംഗ് സ്കിൽസ് ഒക്കെ ഒരു ബേസിക് ആയിട്ട് ഉണ്ടായിരിക്കണം. മാത്രമല്ല,
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് തുടങ്ങിയവ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാനും ഓരോ സെമസ്റ്ററിലും പുതിയ ടെക്നോളജി പടുത്തെടുക്കാനും നിങ്ങൾ എന്തായിരിക്കണം, സന്നദ്ധരായിരിക്കണം. നല്ല സെൽഫ് ലേണിംഗ് സ്കില്ലുള്ള ഒരാൾക്കാണ് ഈ കോഴ്സ് ഏറ്റവും അനുയോജ്യം. അതായത് നിങ്ങൾക്കൊരു സെൽഫ് ലേണിംഗ് സ്കില്ല് തീർച്ചയായും ഉണ്ടായിരിക്കണം. കോളേജിന് പുറത്തുനിന്ന് പഠിക്കാനും അറിവുകൾ നേടാനും പുതിയ ടെക്നോളജിയെക്കുറിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാനും നിങ്ങൾ എന്തായിരിക്കണം, റെഡി ആയിരിക്കണം. പിന്നെ ഒരു BCA സ്റ്റുഡൻറ്റ് പ്രധാനമായും ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ, 1-ാം വർഷം മുതൽ തന്നെ പ്രൊജക്റ്റുകൾ നിർമ്മിക്കാൻ ആരംഭിക്കുക. നിങ്ങൾക്ക് ചെയ്യാവുന്ന പ്രൊജക്റ്റുകൾ, AI റിലേറ്റഡുള്ള പ്രൊജക്റ്റുകൾ ചെയ്ത് തുടങ്ങുക. നിങ്ങൾ GitHubൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ കോഴ്സെറ, യൂഡെമി പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ ചെറിയ ചെറിയ കോഴ്സുകൾ ചെയ്യുക. ഹാക്കത്തോൺ അതുപോലെ ടെക് കമ്മ്യൂണിറ്റികളിലൊക്കെ പങ്കെടുത്തിട്ട് നിങ്ങളുടെ റെസ്യൂമെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഈ കോഴ്സ് പഠിക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ഒരു നല്ല റെസ്യൂമെ ബിൽഡ് ചെയ്ത് വെക്കുക. കാരണം കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അതെല്ലാം നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവും. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുള്ള ആളുകളായിരിക്കണം ഈ BCA കോഴ്സുകൾ സെലക്ട് ചെയ്യുന്ന സമയത്ത്, BCA AI കോഴ്സുകളൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായിരിക്കണം, റെഡി ആയിരിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനി നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ഇതുപോലെയുള്ള കോളേജ് ഇൻഫർമേഷൻസ്, കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഏത് സമയത്തും നിങ്ങൾക്ക് മറുപടി തരാൻ നമ്മൾ റെഡിയാണ്. ഇനി പേഴ്സണലായിട്ട് നിങ്ങൾക്ക് മെസ്സേജസ് അയക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അതിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നമ്മളെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുവരെ കേട്ടതിന് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. വൺസ് അഗൈൻ താങ്ക് യു.